ബോളിവുഡ് എന്ന് ഒരു ഹൊറപ്പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ചോരി 2 എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. 2022-ലോ 2023-ലോ എന്തായിരുന്നു ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എന്റെ ഒരു ഫേവറേറ്റ് ആണ് ആ പടം. അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് അന്ന് ലോക്ക്ഡൌൺ പീരീഡ് ആയിരുന്നു. ആ സമയത്ത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പടം നമ്മൾ ഒരു പ്രതീക്ഷ ഇല്ലാതെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, കിട്ടില്ലായിരുന്നു. ഒരൊറ്റ മനുഷ്യ അത് പ്രെഡിക്റ്റ് ചെയ്യില്ല. അപ്പൊ ചോരി പറഞ്ഞ പെൺകുട്ടി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഈ സിനിമ കാണാം. കാരണം ഈ സിനിമയിൽ 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഓടിച്ച് കാണിക്കുന്നുണ്ട്. നമ്മുടെ നായകനും നായികയും കൂടിയിട്ട് നായകന്റെ ഗ്രാമത്തിലോട്ട് പോവാണ്. അതായത് ഈ റൂറൽ ഏരിയാസിൽ നടക്കുന്ന കുറെ അന്ധവിശ്വാസവും കുറെ പൂജകളും ബ്ലാക്ക് മാജിക്കും സൂപ്പർസ്റ്റിഷൻ ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നായിക പ്രഗ്നന്റ് ആയിരുന്നു. പിന്നെ അവിടെ പോകുമ്പോൾ ഇയമ്മയ്ക്ക് എന്തൊക്കെ ആരൊക്കെ പ്രസൻസ് അനുഭവപ്പെടുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ഈ സിനിമ തുടങ്ങുമ്പോൾ ഇതായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. ഈ ഗർഭിണിയായ സ്ത്രീ ഇപ്പൊ 7 വയസ്സായ കുട്ടിയുടെ അമ്മയാണ്. ആ കുട്ടിക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ട്. അതായത് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല. രാത്രി മാത്രമേ കുട്ടിക്ക് വീടിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. രാവിലെ ഈ സൺ റൈസ് ആളുടെ സ്കിന്നിൽ തട്ടിയ ഭയങ്കര ബേൺസ് ഉണ്ടാവും. അറ്റ്ലാസ്റ്റ് ചിലപ്പോൾ ഫാറ്റൽ വരെ ആവുന്ന പറയുന്നത്. അപ്പൊ പിന്നീട് ആ 20 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഈ കൊച്ചു വീണ്ടും ആ റൂറൽ ഏരിയാസിലോട്ട് പോകുന്നു. പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. കമ്പയറിംഗ് ടു ചോരി 1, ദിസ് മൂവി ഹാസ് നത്തിങ്. ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനോ വേണ്ടി ഇറക്കിയ ഒരു സീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ ചൈൽഡ് മാരേജ്, അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ്. ഈ മറ്റേ ബൊഗൈൻ വില്ല സിനിമയിൽ അവൻ ഇത്രയൊക്കെ ഉള്ളൂ ചേച്ചി എന്നൊക്കെ പറയില്ലേ, അതേപോലെ 1-2 സീൻ ഇതിലുണ്ട്. അതൊക്കെയാണ് കാണിച്ചത്. ഹൊറർ പടം എന്ന് വിളിക്കാനുള്ളൊന്നുമില്ല. സോ ബ്ലാക്ക് മാജിക്കിന്റെ കുറച്ച് യാണി അടിച്ച സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വെച്ചാൽ ബ്ലാക്ക് മാജിക് ബേസ്ഡ് ആണോ, അതും കാണിക്കുന്നില്ല. ഒരു കിണറുണ്ട്. ആ കിണറിന്റെ ഉള്ളിലാണ് ഈ മറ്റേ സൂപ്പർസ്റ്റിഷ്യൻസ് ആയിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുക, ആരൊക്കെ ഉണ്ട് തോന്നുക, വീണ്ടും ഇങ്ങനെ നടക്കുക തന്നെ ഈ സിനിമയിൽ കാണിക്കാനുള്ളൂ. ഇതിൽ മറ്റേ ദാസി മാ പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്ത ഒരു സ്ത്രീ ഉണ്ട്. അയമ കിടിലായിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. റാദർ ദാൻ ദാറ്റ് ദിസ് മൂവി ഹാസ് നത്തിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഫസ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സീക്വലിന്റെ ആവശ്യമില്ല. സോ ഇതിന്റെ ഒരു സീക്വൽ അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അടിപൊളി പടം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പെക്ടേഷനിൽ അത് കണ്ടത്. പക്ഷെ ഒന്നുമില്ലാത്തൊരു പടം. അത് മാത്രമല്ല ഈ സിനിമയിൽ ഇപ്പൊ കുറെ പടം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇഷ്ടം പോലെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കാ പറഞ്ഞ ഒരു തെലുങ്ക് പടം നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാവ, നമ്മുടെ വിക്കി കൗശാലിന്റെ ഈ ഇടയ്ക്ക് ബോളിവുഡിൽ ഇറങ്ങിയ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സ്വീറ്റ് ഹാർട്ട് പറഞ്ഞിട്ടുള്ള ഒരു പടം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാഡ് ബോയ്സ് ഒമർ ലുലുവിന്റെ പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അങ്ങനെ കുറെ പടങ്ങൾ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. സോ സമയം കിട്ടുമ്പോൾ എല്ലാവരും